ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കോറൽ ഡ്രോയിൽ ചിത്രങ്ങൾ എങ്ങനെ ഷേപ്പിനുള്ളിൽ കൊണ്ടുവരാം എന്ന് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് വേണ്ട ഷേപ്പ് വരയ്ക്കാം. ഇവിടെ ബേസിക് ഷേപ്പ് എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് സ്റ്റാർ എടുക്കാം. ശേഷം ഇവിടെ പെർഫെക്റ്റ് ഷേപ്പിൽ നിന്നും നമുക്ക് വേണ്ട ഷേപ്പ് തിരഞ്ഞെടുക്കാം. അതിവിടെ വരയ്ക്കാം. ഈ ഷേപ്പിൻ്റെ ഈ ചുവന്ന നോഡിൽ പിടിച്ച് നമുക്ക് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്താം. ഇനി നമുക്ക് അടുത്തത് ഒരു ഇമേജിന് ഇമ്പോർട്ട് ചെയ്യാം. ഫയൽ ഇമ്പോർട്ട് അല്ലെങ്കിൽ കൺട്രോൾ-I. ഇവിടെ നിന്നും നമുക്ക് ഫയൽ ബ്രൗസ് ചെയ്തെടുക്കാം. നമുക്ക് വേണ്ട ഇമേജ് കിട്ടി. നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. ശേഷം ഈ ഇമേജിനെ നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യിപ്പിക്കാം. ഇവിടെ നമുക്ക് ഇമേജ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യം മറ്റൊരു കാര്യം നോക്കാം. ഇവിടെ പവർ ക്ലിപ്പ് എന്ന ഈ ഓപ്ഷൻ ഡെഡ് ആവാൻ കാരണം നമ്മൾ ഇമേജ് സെലക്ട് ചെയ്തിട്ടുള്ള എന്നാണ്. നമുക്ക് ഇവിടെ ആ ഇമേജ് ഒന്ന് സെലക്ട് ചെയ്യാം. ശേഷം എഫക്റ്റീവ് പവർ ക്ലിപ്പ് ചെക്ക് ചെയ്ത പ്ലേസ് ഇൻസൈഡ് കണ്ടെയ്നർ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആയത് കാണാം. നമുക്ക് ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ ഷേപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമുക്ക് ഇമേജ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇമേജിനൊന്ന് എഡിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കമ്പ്യൂട്ടർ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം വരുന്ന നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ്, പവർ ക്ലിപ്പ്, എഡിറ്റ് കണ്ടന്റ്. ശേഷം നമുക്ക് ഇമേജിനെ എഡിറ്റ് ചെയ്യാം. ഇനി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് മൊബൈല്, കമ്പ്യൂട്ടർ എന്നിവയുടെ സംശയങ്ങൾ ചോദിക്കാം. താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര്, സ്ഥലം, ജോയിൻ എന്ന് ടൈപ്പ് ചെയ്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പവർ ക്ലിപ്പ്, ഫിനിഷ് എഡിറ്റിംഗ് ദിസ് ലെവൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വേണ്ട ഇമേജ് ഇവിടെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതേ രീതിയിൽ പവർ ക്ലിപ്പ് ഉപയോഗിച്ച് ഷേപ്പുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചിത്രങ്ങൾ കൊണ്ടുവരാൻ കഴിയും. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഉൾക്കാഴ്ചയിൽ നിന്നും ഞാൻ ഷഫീഖ്. നന്ദി, നമസ്കാരം.